ഇന്ന് ജന്മപ്പെരുന്നാളിന് വേണ്ടി നാം തയ്യാറെടുക്കുന്നതിൻ്റെ അന്ത്യഘട്ടത്തിലാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി കല്ലടാവിൽ ജാതം ചെയ്ത നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ പിറക്കണം എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലെ ചിന്തയും വിചാരവും. അതിന് കൊടുക്കാമാവുന്ന അത്രയും കാഴ്ചകൾ അർപ്പിക്കാൻ നാം സന്നദ്ധരാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുക്കവുമാണ്. ഈ സമയത്ത് ഞാൻ നമ്മുടെ ചിന്തയ്ക്ക് ഒരു വിഷയം വയ്ക്കുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 9-ാം വാക്യം മുതൽ സരപ്തയിൽ ഒരു വിധവയുടെ അടുത്തേക്ക് ഏലിയാ പ്രവാചകൻ ചെല്ലുന്നതാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഏലിയാ പ്രവാചകൻ അവിടെ ചെല്ലുമ്പോൾ സരപ്തയിലെ വിധവ വിറക് ചുള്ളികൾ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീയോട് ഏലിയാ പ്രവാചകൻ പറയാണ്, എനിക്ക് ഒരു ചെറിയ അപ്പം ഉണ്ടാക്കി തരണമെന്ന്. അതിന് മറുപടിയായിട്ട് ആ സരപ്തയിലെ വിധവ പറയുന്നത്, ഒരു അപ്പം ഉണ്ടാക്കാനുള്ള മാവ് എൻ്റെ കൈവശമുള്ളൂ, അല്പം എണ്ണയും. അവിടെ മുഴുവനും ദാരിദ്ര്യം ബാധിച്ചു കിടന്ന ദേശത്തേക്കാണ് ഏലിയാവ് ചെല്ലുന്നത്. ഏലിയാവിനെ മനസ്സിലാക്കി അദ്ദേഹത്തോട് പറയുന്നു, ഞങ്ങൾ മരിക്കാൻ തയ്യാറെടുക്കുകയാണ്. പക്ഷേ ഏലിയാവ് പറയുന്നു, എനിക്ക് ഒരു കുഞ്ഞപ്പം ആദ്യം ഉണ്ടാക്കി തരാൻ. ആ സ്ത്രീ അത് ചെയ്യുന്നു. നമ്മളിൽ ആരിലും ഉണ്ടാകാത്തൊരു പ്രത്യേകതയാണത്, നാം ഓർക്കുക. അതിനുശേഷമാണ് അവളുടെ കലത്തിലെ മാവ് കുറയാതെയും അവളുടെ ഭരണിയിലെ എണ്ണ തീരാതെയും ഇരിക്കുന്നതെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ സംഭവം പറയുമ്പോൾ ഒരു കഥയാണ് മനസ്സിലേക്ക് വരുന്നത്. കർത്താവിനെ പൊന്നുമൂര് കുന്തിരിയും കാഴ്ചവെക്കാനായിട്ട് രാജാക്കന്മാർ വന്നതിൽ 3 പേരുടെ കൂട്ടത്തിൽ ഒരാളും ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. 4ാമതൊരാൾ. അദ്ദേഹം വലിയ സോഷ്യൽ പ്രവർത്തകനായിരുന്നു, സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം എല്ലാവർക്കും സേവനം ചെയ്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം തീർന്നതിന് ശേഷമാണ് യെരൂശലേമിലെത്തുന്നത്. പക്ഷേ എത്തുമ്പോൾ കർത്താവിനെ ക്രൂശിച്ച് കഴിഞ്ഞിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല. അവസാന നിമിഷം അദ്ദേഹത്തിന് അല്പം വെള്ളമെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹത്തിൽ സത്രത്തിൽ ചെന്ന് ചോദിക്കുകയാണ്, എനിക്ക് കുടിക്കുവാൻ അല്പം വെള്ളം തരിക എന്ന്. അത് കേട്ട് ആ സത്രത്തിൻ്റെ പ്രമാണി അവിടെ ഉണ്ടായിരുന്ന പാത്രം വടിച്ച് വെള്ളം കൊടുക്കാൻ ഒരുങ്ങും പറയാം, പാത്രമുണ്ടോ? പാത്രമില്ല. അപ്പം പറയാണ്, എൻ്റെ കൈക്കുടുന്നതിലേക്ക് ഒഴിച്ചേക്കൂ, ഞാനത് കുടിച്ചോളാം. കൈക്കുടുന്നതിൽ ഒഴിച്ചു കൊടുത്തതായ ആ പാനീയം അദ്ദേഹം കുടിക്കുവാൻ ഒരുങ്ങുമ്പോൾ വേറൊരാൾ വളരെ ദയനീയമായ അവസ്ഥയിൽ മുമ്പിൽ വന്ന് ചോദിക്കുകയാണ്, ഞാൻ മരിക്കാറായി, ഇത്തിരി വെള്ളം തരുമോ എന്ന്. ആ വെള്ളം കയ്യിലുണ്ടായിരുന്ന കൈക്കുടുന്നതിൽ ഒട്ടും മടി കൂടാതെ അദ്ദേഹം ആ വന്നവൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വന്നവൻ ചെയ്ത പണി കയ്യിലുള്ളത് മുഴുവൻ നക്കി അകത്താക്കി. ഒന്നുമില്ലാതെ ക്ഷീണിച്ച അവശനായി 4ാമത്തെ രാജാവ് തളർന്നവിടെ ഇരിക്കുകയാണ്. ഇരുന്ന കൂട്ടത്തിൽ മയങ്ങിപ്പോയപ്പോൾ കണ്ട ദർശനം, മകനെ, നീ എനിക്ക് തന്ന കാഴ്ചയാണ് അവസാനത്തെ കൈക്കൊടുന്നതിലെ എണ്ണ, അവസാനത്തെ കൈക്കൊടുന്നതിലെ ആ ജലം. അതെനിക്ക് നിവേദ്യമാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഈ പ്രഭാതത്തിൽ ക്രിസ്മസിൻ്റെ ചിന്തയിൽ എനിക്ക് ഞാനും നിങ്ങളും പങ്കുവയ്ക്കുവാനുള്ളത്, നമുക്ക് നമ്മുടെ രാജാവിന് കൊടുക്കുവാൻ എന്തുണ്ട്? നമുക്ക് എല്ലാമായിട്ട് സമർപ്പിച്ചാൽ മതിയാകുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെന്ത് കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുക. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേരും.